ഒരു ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഉദ്ഘാടകൻ ബോബി ചെമ്മണ്ണൂർ. പത്തനംതിട്ട തുമ്പമൺ അമ്പലക്കടവിലെ ഒരു മാടക്കട കള്ളന്മാർ കൊള്ളയടിച്ചു. നാരങ്ങ മുട്ടായി അടക്കം എല്ലാം കള്ളന്മാർ കൊണ്ടുപോയി. മാടക്കട നടത്തിയിരുന്ന മല്ലികയ്ക്ക് സഹായവുമായി ബോച്ച് എത്തി. ബോച്ച് ടീയുടെ ആദ്യ ഫ്രാഞ്ചൈസി മല്ലികയ്ക്ക് സൗജന്യമായി ബോബി ചെമ്മണ്ണൂർ നൽകി. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ലെന്ന് മല്ലിക പറഞ്ഞപ്പോൾ ഇനി ഞാനുണ്ട്, മല്ലിക ഇനി ഒറ്റയ്ക്കല്ല എന്ന് ബോച്ചയുടെ മറുപടി. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും ആരുമില്ല. ഞാൻ തനിച്ച തുഴഞ്ഞ് ഇവിടെ വരെ എത്തി. പലവട്ടം ഇപ്പം ഞാനുണ്ട്, ഒറ്റയ്ക്കല്ല. എങ്ങനെ കടപ്പാടാണ് കാല് പിടിക്കുന്നത് പഴയ ഫാഷനാണ്. സ്നേഹമുണ്ടായാൽ മതിയെന്നായി ബോച്ചെ. കാല് പിടിക്കലൊക്കെ പഴയ ഫാഷനാണ്, ഒന്നും വേണ്ട. സ്നേഹം ഉണ്ടായാൽ മതി. നന്നായി വരട്ടെ. മല്ലികയുടെ ഈ വാക്കുകളിലുണ്ട് താൻ അനുഭവിച്ച വേദന. ചാമക്കാലമ്പലത്തിൽ കച്ചവടത്തിന് കൊണ്ടുപോകാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അതും ഒരാളുടെ മാല പണയപ്പെടുത്തിയാണ് ഞങ്ങൾ അന്ന് പൈസ എടുത്ത് ചാമക്കാൽ കച്ചവടത്തിനുള്ള സാധനം എല്ലാം വാങ്ങിച്ചത്. നാരങ്ങ, ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഞങ്ങൾ ചെറിയൊരു തോതി മഴ വരില്ല, അപ്പം നാരങ്ങ വെള്ളം നിൽക്കുമല്ലോ, അതുകൊണ്ട് ചായ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രിക്കാരോട്, സത്യമായിട്ടും ആക്രിക്കാരോട് വാങ്ങിച്ചതാ ഒരു ഗ്യാസ് സ്റ്റൗവ്. അതുപോലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങ് ആ ചാമക്കാവിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഇവിടെ വെച്ചിരുന്ന പൈസ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിട്ടുന്നത് പകുത്ത് ലോണ്, വണ്ടിയുടെ CC, അങ്ങനെ ഓരോന്നിനും ഓരോരോ ഡബ്ബയിലൊക്കെ അന്ന് മുതലേ ഇട്ട് വെക്കുന്നതായിരുന്നു. പിന്നെ ചാമക്കായി എന്ന് പറഞ്ഞാൽ അതും ഉണ്ടായിരുന്നു, അതും എല്ലാം തൂത്തുവാരിക്കൊണ്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മല്ലികയുടെ മാടക്കടയിൽ കള്ളന്മാർ കയറിയത്. വീടിനടുത്താണ് മല്ലിക ആദ്യം കച്ചവടം നടത്തിയിരുന്നത്. വഴി സൗകര്യമില്ലാത്തതിനാൽ കച്ചവടം കുറവായിരുന്നു. പിന്നീടാണ് മാടക്കട അമ്പലക്കടവിലേക്ക് മാറ്റിയത്. ബോച്ചെ സഹായം നൽകിയതിനാൽ കച്ചവടം ഇനി കാര്യമായി നടക്കുമെന്ന് തന്നെയാണ് മല്ലികയുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.